ജസ്മ് ചെയ്യേണ്ടതില്ല. ജസ്മ് ചെയ്യാതിരിക്കൽ അനുവദനീയമാണ്. ബിക്കുർഹിൻ, കറാഹത്തോടുകൂടെ. കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഖ്ഹിലെ കറാഹത്തല്ല അത്. എന്ന് പറഞ്ഞാൽ ഫസാഹത്തിന്റെ മുഹില്ലാണ്. എന്നാൽ അങ്ങനെ ജസ്മ് ചെയ്യാതെ റഫ് ചെയ്തത് കൊണ്ട് എന്തില്ല, കുഴപ്പം ഇല്ല. എന്നിട്ട് ബദറുദ്ദമാമീനി പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്താണ് പറഞ്ഞത്? ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ജസ്മന്നെ ചെയ്യണമെന്നില്ല, റഫ് ചെയ്താൽ മതി. ബി കുർഹിൻ, നല്ലതൊന്നുമല്ല, അത് ഫിഖീന്റെ കറാഹത്തൊന്നുമല്ല. അതേ സമയത്ത് ഫസ്വാഹത്തിന് മുഹില്ലാണ്. മനസ്സിലായില്ല? അതായത് അറബി സാഹിത്യത്തിൽ പ്രശ്നം വരും, എന്നാലും ജായിസാണ്. ഇതാര വാക്ക? ഈ ഹദീസല്ലേ ചർച്ച? ഹദീസല്ലേ ചർച്ച? ഹദീസിനെ കുറിച്ചാണോ ചർച്ച? ആരെ വാക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്സഹുൽ അറബ്, ഏറ്റവും ഫസാഹത്തിൽ സംസാരിക്കുന്ന ആളാണ് ആര്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഹബീബായ തങ്ങള് ഒരു വാക്ക് പറയുമ്പോൾ അത് ഫസാഹത്തിനെതിരാക്കാൻ പറ്റും. ഇല്ലം തക്കുൻ തറാ എന്നല്ലേ പറഞ്ഞേ? ഇല്ലം തക്കുൻ തറാ. അവിടെ തറാഹു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് ഫസാഹത്തിനെ ബാധിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ അനുവദനീയായിട്ട് കാര്യമല്ലത്. കറാഹത്തൊക്കെ കൂടി ഒരു അറബി പറഞ്ഞ ആളല്ല മുത്തു റസൂൽ. അപ്പൊ ഏടെ പയച്ചു പറയോ? ഇയാൾ വായിച്ചല്ലോ കിതാബ് ബി കുർഹിൻ, അങ്ങനെ ആ കിതാബിലില്ല. പെട്ടതാണ്, സാധു പെട്ടതാണ്. ഈ ഈയാമ്പാറ്റിനെ പോലെ നമ്മളെ മുന്നിൽ തന്നെ അത് വന്നു പൊടും ചെയ്യും.